പുതിയാവ് ആയുർവേദ മെഡിക്കൽ കോളേജിന് എതിർവശത്തുള്ള തമ്പീസ് ഹോട്ടൽ ആൻഡ് തമ്പീസ് ബേക്കേഴ്സ്. ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ് ഇന്നെത്തിയിരിക്കുന്നത്. ഈ ഹോട്ടലിനോട് ചേർന്ന് ഇടതുവശത്തായിട്ട് ഒരു ബേക്കറി കൂടെയുണ്ട്. ഇവിടെ രാവിലെ കഴിക്കാൻ കിട്ടുന്നത് പുട്ട്, കടല, അപ്പം, എഗ് റോസ്റ്റ്, പൊറോട്ട തുടങ്ങിയ ഡിഷസാണ്. നമ്മളിവിടെ ഇന്ന് കഴിക്കുന്നത് പുട്ടും കടലയുമാണ്. പുട്ട് സാധാരണ പുട്ട് തന്നെ, വളരെയധികം സ്പെഷ്യാലിറ്റിയൊന്നും അവകാശപ്പെടാനില്ല, സാധാരണ പുട്ട് തന്നെയാണ്. പക്ഷേ കടലക്കറി എന്ന് പറയുന്നത് കേരളത്തിൽ ഏതൊരു ഹോട്ടലിൽ കിട്ടുന്നതിലും മികച്ച കടലക്കറിയാണ്. കറുത്ത കടലയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സാധാരണ ഹോട്ടലിലും മറ്റും കിട്ടുന്ന ചന്ന മസാലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല എരിവുള്ളതാണ് ഈ കടലക്കറി. എറണാകുളത്തെ ഫേമസ് റെസ്റ്റോറൻറ്റ്സായ അനുഗ്രഹ, വൃന്ദാവൻ, അതുപോലെ തൃശ്ശൂരിലെ ഭാരത്, രാധാകൃഷ്ണ, പാലക്കാട്ടെ മണീസ്, ഹരിഹരപുത്ര എന്നീ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന കടലേക്കാളും മികച്ച കടലക്കറിയാണിത്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ പ്രത്യേകത നല്ല എരിവുള്ള കടലക്കറിയാണ്. തൃപ്പൂണിത്തുറയിൽ ഈ കടലക്കറിക്ക് ഒരുപാട് ആരാധകരുള്ളതാണ്. 2 വർഷം മുമ്പ് ഞായറാഴ്ച 8:30 മുമ്പ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ കടലക്കറി കിട്ടത്തുള്ളായിരുന്നു. ഇപ്പോൾ ആ സ്ഥിതി മാറി. ഈ കടലക്കറിയിൽ മുന്തി നിൽക്കുന്നത് ഇതിൻ്റെ ഇഞ്ചിയുടെ രുചിയാണ്. നീളത്തിലരിഞ്ഞിരിക്കുന്ന ഇഞ്ചി നന്നായി ഇതിനകത്ത് ചേർത്തേപ്പുണ്ട്. ആ ഇഞ്ചിയുടെ എരിവാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ഇവിടുത്തെ ഈ പുട്ട് കടല കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറോളം തന്നെ ഇതിൻ്റെ രുചി നമ്മുടെ നാവിൽ നിൽക്കും. ഈ പുട്ടും കടലയും കഴിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു പഴം കൂടി കഴിച്ചാൽ മാത്രമേ ആ നാവിൽ നിന്ന് ആ എരിവ് പോകത്തുള്ളൂ. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സാധാരണക്കാരുടെ ഇഷ്ടമാണ് പുട്ട്. പാലി ഭാഷയിലെ പിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാന്യപ്പൊടി എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ പൊട്ട് എന്ന മലയാള പദത്തിന് കഷ്ണം എന്നർത്ഥമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാവാം പുട്ട് എന്ന വാക്ക് ഉത്ഭവിച്ചത്. അതേപോലെ തന്നെ ഇവിടെ ഈ കടലക്കറി കൂടാതെ ഇവിടുത്തെ ബീഫ് ഫ്രൈയും വളരെ മികച്ചതാണ്. സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന ബീഫായതുകൊണ്ട് ടേസ്റ്റ് കൂടുതലാണ്. പൊറോട്ട ബീഫ് ഇവിടുത്തെ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ ഇവിടുത്തെ ചിക്കൻ റോസ്റ്റും വളരെ സ്പെഷ്യലാണ്. ഇതേപോലെയുള്ള സാധാരണ ഹോട്ടലുകളിൽ നമുക്ക് പോക്കറ്റ് കാലിയാക്കാതെ മികച്ച വിഭവങ്ങൾ രുചിയോടുകൂടി കഴിക്കാൻ പറ്റും. ഹോട്ടൽ ഉടമകളുടെ അമിതമായ ഹൈപ്പോ പരസ്യമോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇതേപോലെയുള്ള സാധാരണ ഹോട്ടലാണ് നമുക്ക് സംതൃപ്തി തരുന്നത്. ഇവിടെ നമ്മൾ കഴിക്കാൻ എത്തുമ്പോഴത്തേക്ക് ഓണറും ഭക്ഷണം വിളമ്പുന്ന ആൾക്കാരും ഒക്കെ നമ്മളോട് കുശലം പറഞ്ഞ് നമുക്ക് വിളമ്പി തരുകയും ചെയ്യും. അല്ലാതെ യാന്ത്രികമായി ആദ്യമേ പൈസ കൊടുത്ത് ടോക്കണും എടുത്ത് ഉടമയുടെ ഔദാര്യത്തിനായി കാത്തു നിൽക്കേണ്ട സ്ഥിതിവിശേഷമില്ല. അപ്പോൾ ഒരു തവണയെങ്കിലും തൃപ്പൂണിത്തുറയിൽ വരുന്നവർ ഈ ഹോട്ടലിൽ കയറി ഈ കടല ട്രൈ ചെയ്യുക. പുട്ട് എന്ന ഡിഷ് കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമല്ല, ശ്രീലങ്കയിലും അതുപോലെ തന്നെ മൗറീഷ്യസിലും പുട്ട് ലഭിക്കും. തൃശ്ശൂരിൻ്റെ ചില ഭാഗങ്ങളിൽ ഇതിനെ പിട്ട് എന്നും പറയാറുണ്ട്. ഈ ഹോട്ടലിനോട് ചേർന്ന് ഇടതുവശത്തായിട്ട് തമ്പീസ് ബേക്കറിയും ഉണ്ട്. അവിടെ ഒരുപാട് നല്ല ബേക്കറി ഐറ്റംസും കിട്ടും. അതുപോലെ തന്നെ ഇവിടുത്തെ ബ്രെഡ് വളരെ നല്ലതാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള ബ്രെഡാണ്. ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റി ഇല്ല. ഇതിന് തൊട്ട് മുമ്പിൽ പൂത്തോട്ട വൈക്കം റോഡാണ്. അപ്പോൾ വാഹനത്തിൽ വരുന്നവർ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പുതിയാവ് ക്ഷേത്രത്തിന് സമീപം വണ്ടി പാർക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്.